ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ പരിതാപകരമായ പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 12 മത്സരങ്ങൾ കളിച്ചിട്ട് 3 വിജയങ്ങൾ മാത്രമാണ് ആരാധകർക്ക് ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 7 മത്സരങ്ങളിൽ പരാജയപ്പെട്ടു. അവസാനമായി കളിച്ച 7 മത്സരങ്ങളിൽ 6ലും കേരള ബ്ലാസ്റ്റേഴ്സ് തോൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ ട്രിലോളജി ഇപ്പോൾ ആരാധകർ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് സൗത്ത് ഇന്ത്യൻ ഐക്യം എന്നാണ് ഇതിനെ ചിലരൊക്കെ തമാശയായിക്കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഹൈദരാബാദും കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ്.സിയും തമ്മിലുള്ള ഒരു സാമ്യതയാണ്, കൗതുകകരമായ ഒരു സാമ്യതയാണ് ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഹൈദരാബാദ് അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ 1ൽ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ്. ഇനിയിപ്പോൾ ആ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് 1 മത്സരത്തിൽ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അത് ചെന്നൈയിൻ എഫ്.സിക്കെതിരെയാണ്. ഇനിയിപ്പോൾ ആ ചെന്നൈയിൻ എഫ്.സിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ കേവലം 1 മത്സരത്തിൽ മാത്രമാണ് ചെന്നൈയിൻ എഫ്.സി വിജയിച്ചിട്ടുള്ളത്. അത് ഹൈദരാബാദിനെതിരെയാണ്. ഇങ്ങനെയാണ് ഒരു സൗത്ത് ഇന്ത്യൻ യൂണിറ്റി നമുക്കിവിടെ കാണാൻ കഴിയുക. ഇത് ആരാധകർക്കിടയിൽ വളരെയധികം ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ മോശം പ്രകടനമാണ് ഈ 3 ടീമുകളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. അത് പോയിന്റ് പട്ടികയിൽ നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം ചെന്നൈയിൻ എഫ്.സി നിലവിൽ 9ാം സ്ഥാനത്താണ്. 12 മത്സരങ്ങളിൽ നിന്ന് 15 പോയിന്റാണ് അവർക്കുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സാണ് 10ാം സ്ഥാനത്തുള്ളത്. 12 മത്സരങ്ങളിൽ നിന്ന് കേവലം 11 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഹൈദരാബാദിന്റെ കാര്യത്തിലേക്ക് വന്നാൽ 11 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റുമായി അവർ 12ാം സ്ഥാനത്താണുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.